ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2024-25 സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലെത്തിയതാണ് മിഖായേൽ സ്റ്റാറെ എന്ന മുഖ്യ പരിശീലകൻ. സെർബിയൻ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടപ്പോൾ പകരമായി എത്തിയതാണ് സ്വീഡിഷ് മുഖ്യ പരിശീലകനായ മിഖായേൽ സ്റ്റാറെ. 2024 മെയ് 23-ന് 2 വർഷ കരാറിലാണ് സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായി സ്ഥാനമേൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ എന്ന നിലയിൽ മിഖായേൽ സ്റ്റാറയുടെ ആദ്യ മത്സരം 2024 ഡ്യൂറൻ കപ്പിൽ മുംബൈ സിറ്റി എഫ്സിക്കെതിരെയായിരുന്നു. എന്നാൽ സ്റ്റാറയ്ക്ക് കീഴിൽ 2024-25 സീസണിൽ ഇതുവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. ISL സീസണിൽ ഇക്കുറി 8 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കളിച്ചതിൽ 2 മത്സരങ്ങളിൽ മാത്രമാണ് ജയം സ്വന്തമാക്കാൻ സാധിച്ചത്. 4 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു, 2 എണ്ണത്തിൽ സമനില വഴങ്ങി. നിലവിലാകെ 8 പോയിന്റുമായി ലീഗ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. 2021-22 സീസണിൽ ഇവാൻ വുക്കോമാനോവിച്ച് എത്തിയതിനു ശേഷം എല്ലാ എഡിഷനിലും പ്ലേ ഓഫ് കളിച്ച ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. 2024-25 സീസണിൽ നിലവിലെ പ്രകടനം വെച്ച് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യ പരിശീലകനായ സ്റ്റാറയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടും ചില ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. വരുന്ന കുറച്ച് മത്സരങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്ലബിലെ അദ്ദേഹത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെടുക എന്നാണ് സൂചന. പ്രകടനം മെച്ചപ്പെട്ടില്ലെങ്കിൽ സ്റ്റാറയെ ബ്ലാസ്റ്റേഴ്സ് പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത 2 കളികളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്ലബിൽ സ്റ്റാറയുടെ ഭാവി എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയ അഭിക് ചാറ്റർജി ഇത് തള്ളിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിലും വരുന്ന കളികളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം മെച്ചപ്പെട്ടില്ലെങ്കിൽ സ്റ്റാറയുടെ കാര്യം തീർച്ചയായും അനിശ്ചിതത്വത്തിലാകും. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരങ്ങൾ നവംബർ 24-ന് ചെന്നൈയിൻ എഫ്സിക്കെതിരെയും 29-ന് FC ഗോവയ്ക്കെതിരെയുമാണ്. ഈ 2 കളികളും ഹോം മത്സരങ്ങളാണ്. നിലവിൽ 8 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റ് സ്വന്തമാക്കി ചെന്നൈയിൻ FC ലീഗ് ടേബിളിൽ 4ാം സ്ഥാനത്തുണ്ട്. 8 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റാണ് FC ഗോവയ്ക്ക്. എന്നാൽ ഗോൾ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൻ എഫ്സിക്ക് പിന്നിലാണ് FC ഗോവ. എന്തായാലും ISL ഫുട്ബോളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ശരാശരിയിൽ കൂടുതൽ ഉയർന്നിട്ടില്ല. 3 തവണ ഫൈനലിൽ പ്രവേശിച്ചു എന്നതൊഴിച്ചാൽ ISLൽ മറ്റ് അവകാശവാദങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിനില്ല. കഴിഞ്ഞ മത്സരങ്ങളിൽ പരിക്കിനെ തുടർന്ന് പുറത്തായിരുന്ന ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് കൂടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സംഘത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. ഈ ISL സീസണിൽ വെറും 4 മത്സരങ്ങളിൽ മാത്രമാണ് സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിന്റെ വല കാത്തത്. കൂടുതൽ കരുത്തരായി തന്നെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.